Hi students, welcome to the online class. Today we will learn about the effects of forces. So take textbook and try to do the activity 11.3. Here we have a ball. It is initially at rest. How will you move the ball? എങ്ങനെ അതിനെ മൂവ് ചെയ്യിക്കാൻ സാധിക്കും? We just push the ball or we kick the ball. So we need to apply force on the ball in order to move. So what you can see in this activity? Initially, the ball is at rest. When we apply a force or when we push the ball, it starts moving. Okay, so we can say that force can cause a stationary object to start moving. അതായത് ആദ്യം ഇത് റെസ്റ്റിലായിരുന്നു, ഫോഴ്സ് കൊടുത്തപ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് മൂവിങ്. ഫോഴ്സിന് ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന് മോഷനിലാക്കാനുള്ള, മൂവ് ചെയ്യിക്കാനുള്ള കഴിവ് ഉണ്ട്. ഓക്കെ, then we again push the ball while it is still moving. Is there any change in the speed? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? Here we apply force on the object in the direction of the ball. So what you can observe? Does it increase or decrease the speed? The speed increases. Okay, അതായത് മോഷനിലിരുന്ന ബോളിന് വീണ്ടും നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. കൊടുത്തത് ഏത് ഡയറക്ഷനിലാണ്? ബോൾ മൂവ് ചെയ്ത് അതേ ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തു. യു ക്യാൻ സീ ഇൻ ദ വീഡിയോ. ഓക്കെ, സോ ക്യാൻ ഫോഴ്സ് ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ്? ഫോഴ്സിന് ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യാൻ സാധിക്കുമോ? സോ ലെറ്റ് us try. So we just obstruct the moving ball. What you can see? We can see that the direction changes. In the first case, ആദ്യം എങ്ങനെയായിരുന്നു? ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. നമ്മൾ ഇതിനെ ഒന്ന് ഒബ്സ്ട്രക്റ്റ് ചെയ്തപ്പോഴത്തേക്ക്, തടഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? അതിൻ്റെ ഡയറക്ഷൻ പുറകിലോട്ടായി, ചേഞ്ച് ചെയ്തു. ആൻഡ് ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ? അല്ല, ഇതിൻ്റെ സ്പീഡും റെഡ്യൂസ് ചെയ്തു. സോ ഫോഴ്സ് ചേഞ്ച് ദ direction of the ball and also the force reduce the speed of the ball. Okay, മനസ്സിലായോ? അതായത് ആദ്യമാണെങ്കിൽ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നയാ, നമ്മളൊന്ന് ഒബ്സ്ട്രക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഡയറക്ഷൻ പുറകിലോട്ടായി, ഡയറക്ഷനും ചേഞ്ച് ചെയ്തു, സ്പീഡും റെഡ്യൂസ് ചെയ്തു. സോ ഇൻ ദ ഫസ്റ്റ് കേസ്, ആദ്യത്തെ കേസിൽ വി അപ്ലൈ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മൂവിങ് ബോൾ. therefore the speed increases. ആദ്യം നമ്മൾ ബോൾ മൂവ് ചെയ്ത് അതേ ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുത്തത്. ഓക്കെ, ഇൻ ദ സെക്കൻഡ് കേസ് വി അപ്ലൈ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ബോൾ. therefore the direction changes and also the speed reduces. ഓക്കെ, മനസ്സിലായോ? ആദ്യത്തെ കേസിൽ നമ്മൾ എന്തുമായിരുന്നു? ബോളിൻ്റെ അതേ ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ സ്പീഡ് കൂടും. എന്നാൽ ബോൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യും, കൂടാതെ ഡയറക്ഷനും റെഡ്യൂസ് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ഫോഴ്സ് മേ മൂവ് ദ ഒബ്ജക്റ്റ് ഫ്രം റെസ്റ്റ് പൊസിഷൻ. സെക്കൻഡ് വൺ, ഫോഴ്സ് മേ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഫോഴ്സ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഓർ ഫോഴ്സ് മേ കോസ് മോർ ദാൻ വൺ ഓഫ് ദീസ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഹാവ് യു എവർ ഡു ദിസ്? ആൻഡ് ദ ബോയ് pushing the tire. Okay, so why the speed of the tire increases whenever it is pushed? Because the boy apply force in the direction of the moving tire. അതായത് ടയർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് പുഷ് ചെയ്യുന്നത്, അതായത് ഫോഴ്സ് കൊടുക്കുന്നത്. therefore അങ്ങനെയാണെങ്കിൽ എന്തോ സംഭവിക്കുന്നത്? സ്പീഡ് ഇൻക്രീസസ്. ഓക്കെ, സോ നൗ യു അണ്ടർസ്റ്റാൻഡ് why the speed of the tire increases. Okay, so we learned that force can change the direction of motion and also the speed. Okay, then a change in either the speed of an object or its direction of motion or both is described as a change in its state of motion. Okay, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ചേഞ്ച് ചെയ്തു എന്ന് എപ്പോഴാണ് പറയുന്നത്? ഒന്നെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷനിൽ ഒരു ചേഞ്ച് സംഭവിക്കണം, അല്ലെങ്കിൽ സ്പീഡിൽ ചേഞ്ച് സംഭവിക്കണം, അല്ലെങ്കിൽ ബോത്ത്, രണ്ടും, ഡയറക്ഷനും സ്പീഡും ചേഞ്ച് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ, മൂവ് ചെയ്യുന്ന ആ സ്റ്റേറ്റിൽ ചേഞ്ച് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ? The state of motion of an object is described by its speed
ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് സ്പീഡിനെയും ഡയറക്ഷൻ ഓഫ് മോഷനെയും നോക്കിയിട്ടാണ്. ഓക്കെ, ദെൻ ഹൗ വിൽ യു സേ ദാറ്റ് ആൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്? എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാന്ന് പറയുന്നത്? അത് മൂവ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലേ. സോ റെസ്റ്റിലാവുമ്പോഴത്തേക്ക് അതിന് സ്പീഡ് ഉണ്ടാവുമോ? ഇല്ല. സോ എപ്പോഴാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാന്ന് പറയുന്നത്? ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ സ്റ്റേറ്റ് ഓഫ് സീറോ സ്പീഡ്. അതായത് ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് 0 ആണെങ്കിൽ അത് റെസ്റ്റിലാണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ആൻ ഒബ്ജക്റ്റ് മേ ബി അറ്റ് റെസ്റ്റ് ഓർ ഇൻ മോഷൻ, ബോത്ത് ആർ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിലോ അല്ലെങ്കിൽ മോഷനിലാണെങ്കിലോ രണ്ടിലാണെങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? അതെന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ ഈ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതിനെയൊക്കെ വെച്ചാൽ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ. സോ ലെറ്റ്സ് കൺക്ലൂഡ്. സോ വി ലേൺ the effects of forces. Force can change the state of motion. That means force can change the direction of the object and also the speed of the object. Then if the force applied on the object is in the direction of its motion, the speed of the object increases. But if the force applied in the direction opposite to the direction of motion, the speed of the object decreases. Okay. So what are the other effects of forces? Let us find out in the next class. So see you on the next class. Thank you.